മല്ലികാർജ്ജുൻ ഖർഗെ ഒഴിയുമ്പോൾ AICC അധ്യക്ഷ പദവി KC വേണുഗോപാലിന് നൽകുമെന്ന വാഗ്ദാനമുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. VV അരുൺ, ഡാൻ കുര്യൻ, ഡാനി പോൾ, നവമി, ദിനേശ് തുടങ്ങിയവർ ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആഘോഷമാണ്. 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ തുടങ്ങിയ ആഘോഷമാണ്. അതൊരു ഭാഗത്ത് ഘടകകക്ഷികൾ, VD സതീശനെ പിന്തുണച്ച ഘടകകക്ഷികൾക്കും ഇത് ഒരു വിജയമുഹൂർത്തം തന്നെയാണ്. അവരും അടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ KCയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവരെ പിന്തുണച്ചവരുടെയും ഒക്കെ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ആ രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത് എന്നതിന്റെ സൂചനകളാണോ ഇത് നൽകുന്നത്? 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായത്. വലിയ സസ്പെൻസും നാടകീയതയും നിറഞ്ഞ തരത്തിലായിരുന്നു അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളും പിണക്കങ്ങളും ഇണക്കങ്ങളുമൊക്കെ. എന്തായാലും അതിനൊക്കെ ഒടുവിൽ CLP മീറ്റിംഗ് വിളിച്ച് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പ്രഖ്യാപനം നടത്തുക എന്ന സൂചനകൾക്കിടെയാണ് 12 മണിക്ക് ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തിന് ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ നിലപാട് വ്യക്തമാക്കിയത്. CLP ലീഡറായി VD സതീശനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം അവർ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തിയത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ KPCC ആസ്ഥാനത്ത് ഒരു വശത്ത് വലിയ ആഘോഷവും പടക്കം പൊട്ടിക്കലുമായിരുന്നു. അതേസമയം മറുവശത്ത് അത് രോഷം പ്രകടിപ്പിക്കലായി മാറുന്ന അസാധാരണമായൊരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് പ്രധാനപ്പെട്ട 3 നേതാക്കളുടെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേട്ടിരുന്ന KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുയായികൾ ഇന്ദിരാഭവനിൽ രാവിലെ മുതൽ തന്നെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ KC പക്ഷം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും, വിമാനത്താവളം മുതൽ ആഘോഷ പരിപാടികൾക്ക് തയ്യാറാകുകയാണ് ഞങ്ങൾ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അവർ രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് VD സതീശൻ്റെ പേര് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനായ പഴകുളം മധു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി തന്നെ അനിഷ്ടം പ്രകടമാക്കിയത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു, പക്ഷേ KC വേണുഗോപാലിനോട് കാണിച്ചത് കടുത്ത വിവേചനമാണ്, വിയോജിപ്പാണ്. അദ്ദേഹത്തെ വട്ടം കൂടി ആക്രമിക്കുകയായിരുന്നു. സംഘടിതമായ നീക്കം അതിന് പിന്നിലുണ്ട്. പാർട്ടി വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെതിരെ നടന്ന സംഘടിതമായ നീക്കങ്ങളെ പ്രതിരോധിച്ചില്ല. അതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സമാനമായ തരത്തിൽ രമേശ് ചെന്നിത്തല ഒരു പരസ്യ പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ചെന്നിത്തല എവിടെ എന്ന കാര്യം ആരും കണ്ടിട്ടുമില്ല. അദ്ദേഹം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനായി പോയി. നാളെ 1-ാം തീയതിയാണ്. അങ്ങനെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി പോയി എന്നുള്ള സൂചനകൾ ഒരു വശത്തുണ്ട്. ഹരിപ്പാടേക്കാണ് പോയതെന്ന് മറ്റു ചിലർ പറയുന്നു. പക്ഷേ അദ്ദേഹം എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ വളരെ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുക എന്നത് കാത്തിരുന്ന്. കാരണം അദ്ദേഹം മന്ത്രിസഭയിലേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായി അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെയായി വളരെ ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ അവർ ഒരു അനുനയ നീക്കം സ്വാഭാവികമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്താനാണ് സാധ്യത. AK ആന്റണി തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഇനിയും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും KPCC ആസ്ഥാനത്ത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി ആളുകളാണ് കാത്തിരിക്കുന്നത്. അതായത് അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശൻ ഇവിടേക്ക് എത്തുമെന്ന സൂചനകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിയമസഭാ മന്ദിരത്തിലെ വേദിയിലേക്ക് പോകുക എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ നിയുക്ത മുഖ്യമന്ത്രിയെ ഇന്ദിരാഭവനിൽ വരവേൽക്കാൻ, അദ്ദേഹത്തിന് മുദ്രാവാക്യം മുഴക്കാൻ, അദ്ദേഹത്തോടൊപ്പം സന്തോഷം പങ്കുവെക്കാൻ. ശരി, KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് VD സതീശൻ അല്പസമയത്തിനകം എത്തും എന്ന പ്രതീക്ഷ അവിടെ പ്രവർത്തകർ തടിച്ചുകൂടുന്നുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. അവിടെ മാധ്യമപ്രവർത്തകരുടെ വലിയ ഒരു നിരയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.